നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ക്ഷാമം യേശുവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് എന്തൊക്കെ അടയാളമാണ് ഉണ്ടാകുക എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ യേശു ഒരു ലിസ്റ്റ് നൽകുകയുണ്ടായി. ഒന്നാമത്തേത്, കള്ളക്രിസ്തുക്കൾ എഴുന്നേൽക്കാനിടയാകും, അവരുടെ പിന്നാലെ കുറേ ആളുകൾ പോകാനിടയാകും, പക്ഷേ നിങ്ങൾ തെറ്റിപ്പോകരുത് എന്ന് പറഞ്ഞു. രണ്ടാമത്തേത്, യുദ്ധങ്ങൾ അതുപോലെ യുദ്ധശ്രുതികൾ ഉണ്ടാകും എന്നാണ്. മൂന്നാമത്തേതാണ് ക്ഷാമം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളങ്ങളായി പറഞ്ഞ കാര്യങ്ങൾ അന്ന് കേട്ട ആളുകളുടെ യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല. കാരണം യേശു നമുക്കറിയാം 30 വയസ്സ് വരെ ജീവിച്ചത് ഒരു ദരിദ്ര പശ്ചാത്തലത്തിലാണ്. തൻ്റെ ശിഷ്യന്മാർ പരമദരിദ്രരായിരുന്നു. യേശുവിൻ്റെ ഒന്നാമത്തെ പ്രസംഗത്തിൽ യേശു പറഞ്ഞത് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നായിരുന്നു. 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ കാലത്ത് മറുതുണി ഇല്ലാത്തവനായി, കയറിക്കിടക്കാൻ പലപ്പോഴും വീടില്ലാത്തവനായി, മലഞ്ചെരുവിലും തണൽ മരങ്ങളുടെ കീഴിലും പടകിലും ഒക്കെ കിടന്ന് ഉറങ്ങി മനുഷ്യർ കൊടുത്തത് കഴിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച അവസാനം റോമ ഗവൺമെൻറ്റിൻ്റെ വിസ്താരത്തിൽ കുറ്റക്കാരനെന്ന് തെളിയിക്കപ്പെട്ട് 2 പെരും കുറ്റവാളികളോടുകൂടെ കുരിശിക്കപ്പെട്ടവനാണ് യേശു. ആ യേശുവിൻ്റെ പേരെടുത്തുകൊണ്ട് ഞാനാണ് യേശു, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ ആളുകൾ വരുമെന്ന് പറഞ്ഞാൽ അത് യുക്തിക്ക് ചേരുന്നതല്ല. കാരണം ഈ യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം കേട്ട് ആളുകൾ ക്രിസ്ത്യാനികളാകുമോ? മാനസാന്തരപ്പെട്ട് അവർ സഭയുടെ അംഗങ്ങളാകുമോ? ഒരു പിടിയും ശിഷ്യന്മാർക്കില്ലാതിരിക്കുകയാണ്. അപ്പോൾ യേശു പറയുകയാണ്, എൻ്റെ പേരെടുത്ത് ചിലർ വന്ന് ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞ് ആളുകളെ തങ്ങളുടെ പിന്നാലെ കൂട്ടാൻ ഇടയാക്കും എന്ന്. യേശുവിനെ പോലും ആളുകൾ അംഗീകരിക്കാൻ സാധ്യതയില്ലെന്ന് ശിഷ്യന്മാർ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു പറഞ്ഞത്, കള്ളക്രിസ്തുക്കൾ എൻ്റെ പേരെടുത്ത് എൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാകും, നിങ്ങൾ പോകരുത് എന്ന്. അത് യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല. രണ്ടാമത് യേശു പറയുകയാണ്, യുദ്ധങ്ങളുണ്ടാകും. അതും യുക്തിക്ക് നിരക്കുകയില്ല. യേശു ഇത് പറയുന്ന കാലത്ത് മനുഷ്യന് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല, സംസ്കാരമില്ല, പരിഷ്കാരമില്ല. നിസ്സാര കാര്യത്തിന് ആളുകൾ, വ്യക്തികൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും നാട്ടുകാർ തമ്മിലും വഴക്കുകളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്, അമ്പും വില്ലും കല്ലും കൊഴിയും ഒക്കെ ഉപയോഗിച്ച്. പക്ഷെ മനുഷ്യന് വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ, മതബോധനം ഉണ്ടാകുമ്പോൾ, രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടാകുമ്പോൾ മനുഷ്യൻ നല്ലവനായി മാറുകയല്ലേ വേണ്ടത്? യുദ്ധമൊക്കെ ഇല്ലാതെയാകുകയല്ലേ വേണ്ടത്? അതാണ് യുക്തിക്ക് നിരക്കുന്നത്. പക്ഷേ യേശു പറഞ്ഞു, മനുഷ്യൻ പരിഷ്കൃതനാകും, മനുഷ്യൻ വിദ്യാസമ്പന്നനാകും, മനുഷ്യൻ മതബോധനമുള്ളവനാകും, മനുഷ്യൻ രാഷ്ട്രീയ പ്രബുദ്ധനാകും, പക്ഷേ യുദ്ധങ്ങൾ കൂടുകയുള്ളൂ എന്ന് യേശു പറഞ്ഞു. അത് വലിയൊരടയാളമായിട്ട് ഇക്കാലത്തിരിക്കുകയാണ്. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം, അതിന് ഒരയവുമില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം, അതിന് ഒരയവുമില്ല. ഓരോ രാജ്യവും അയൽ രാജ്യങ്ങളുമായിട്ട് ശീതസമരത്തിലാണ്, ഒളിപ്പോരാളികൾ. അതുപോലെ തീർച്ചയായിട്ടും ഭീകരവാദികൾ ഈ രാജ്യങ്ങളെ തകർക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. യേശു പറഞ്ഞത് അക്ഷരപ്രകാരം നിറവേറ്റപ്പെടുകയാണ്. മൂന്നാമതായി യേശു പറഞ്ഞു, അവിടെ ക്ഷാമം ഉണ്ടാവും. അത് ഒട്ടും യുക്തിക്ക് നിരക്കുന്നതല്ല. കാരണം അന്നത്തെ കാലത്ത് മഴയെ മാത്രം അല്ലെങ്കിൽ കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ചായിരുന്നു അന്നത്തെ കൃഷി.
പക്ഷേ ആ ധാന്യങ്ങൾ അധികം വർഷം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനമൊന്നും അന്ന് ഇല്ലായിരുന്നു. അക്കാലത്താണ് യേശു പറയുന്നത്, അന്ത്യകാലത്ത് എൻ്റെ വീണ്ടും വരവ് അടുക്കുന്ന സമയത്ത് അവിടെ ക്ഷാമം ഉണ്ടാകും. യേശു ഇത് പറയുമ്പോൾ വെറും നാടൻ ധാന്യങ്ങളും നാടൻ കൃഷി തരങ്ങളുമാണുള്ളത്. എല്ലാം കാലാവസ്ഥ അനുസരിച്ച് കാളയും കലപ്പയും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ മനുഷ്യൻ കിളച്ച് വെള്ളം കോരി അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ കാലം പുരോഗമിക്കുമ്പോൾ യന്ത്രം കൊണ്ട് പൂട്ടുന്നു, യന്ത്രം കൊണ്ട് വിതയ്ക്കുന്നു, യന്ത്രം കൊണ്ട് കള പറിക്കുന്നു, യന്ത്രം കൊണ്ട് കൊയ്യുന്നു, വിധിക്കുന്നു, യന്ത്രം കൊണ്ട് അത് പ്രൊഡക്റ്റാക്കി മാറ്റുന്നു. അത് എത്ര കാലം വേണേലും കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നു. അതുപോലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും വളങ്ങളും ഉണ്ടാക്കപ്പെടുന്നു. ഹെലികോപ്റ്റർ വഴി അല്ലെങ്കിൽ വിമാനം വഴി അതിന് വളമിടുന്നു, അല്ലെങ്കിൽ വെള്ളം കോരുന്നു. ഇറിഗേഷൻ, ജലസേചന പദ്ധതികൾ, അതുകൊണ്ട് കൃഷി വിപുലമാകുന്നു. അങ്ങനെയുള്ള കാലത്ത് ക്ഷാമമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ അത് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം ആയിരുന്നില്ല. കാരണം ഓരോ ബെൽറ്റുകൾ ഓരോ മതത്തിൻ്റെയാണ്. ഇപ്പോൾ മധ്യപൂർവ്വ ദേശം എന്നൊക്കെ പറയുന്നത് മുസ്ലിം ബെൽറ്റാണ്. യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറയുന്നത് ക്രിസ്ത്യൻ ബെൽറ്റാണ്. അതുപോലെ മറ്റ് ജാതികളുടെയൊക്കെ ബുദ്ധമതക്കാരുടെയും ഹിന്ദു മതക്കാരുടെയും ഒക്കെ ഏരിയകളുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ചിലടത്ത് ക്യാപിറ്റലിസം, ചിലടത്ത് കമ്മ്യൂണിസം, ചിലടത്ത് സോഷ്യലിസം. അപ്പോൾ ഇപ്പോൾ പല രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒന്നുകിൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ മതം, അല്ലെങ്കിൽ നിറം, ഇതൊക്കെയാണ്. അതുകൊണ്ട് ക്ഷാമത്തിന് പരിഹാരം ഉണ്ടാവുമല്ലോ. കാരണം അതേ രാഷ്ട്രീയ പാർട്ടിക്കാരെ അങ്ങനെയുള്ള രാജ്യങ്ങളെ സഹായിക്കാൻ അവർ മുന്നോട്ട് വരും. അതേ മതത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ആളുകൾ മുന്നോട്ട് വരും. അതേ നിറത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ ആളുകൾ മുന്നോട്ട് വരും. അങ്ങനെയുള്ളൊരു കാലത്ത് ക്ഷാമം ഉണ്ടാവുമോ? പ്രിയപ്പെട്ടവരെ, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും അതുപോലെ വളങ്ങളും അതുപോലെ ജലസേചന സൗകര്യങ്ങളും യന്ത്രത്തിൻ്റെ സഹായത്താലുള്ള കൃഷികളും എല്ലാം ഇന്ന് ലോകത്തെമ്പാടും സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ധാന്യങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കഴിച്ച് മിച്ചം വരത്തക്കവണ്ണം എന്ന് പറഞ്ഞാൽ പലരും ഇത് കടലിൽ തള്ളുകയാണ്. അങ്ങനെയുള്ള കാലത്ത് ക്ഷാമം ഉണ്ടാകുമെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. പക്ഷേ വളരെ ശരിയാണ്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ, സൊമാലിയയിലും എത്യോപ്യയിലും അതുപോലെ ഉഗാണ്ടയിലും കെനിയയിലും ഒക്കെ അങ്ങനെയുള്ള പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പട്ടിണി കൊണ്ടും പോഷകാഹാരമില്ലായ്മ കൊണ്ടും ദിനേന ആയിരക്കണക്കായ ആളുകളാണ് മരിച്ചു വീഴുന്നത്. അവരെ സഹായിക്കാൻ സന്നദ്ധ സംഘടനകൾ തയ്യാറാണ്. റെഡ് ക്രോസിനെ പോലുള്ള പക്ഷേ അങ്ങോട്ട് പ്രവേശനം അനുവദിക്കുന്നില്ല. അതാണ് യേശു പറഞ്ഞത് അക്ഷരപ്രകാരം നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വലിയ ക്ഷാമമൊന്നും ഇല്ല. എല്ലാവർക്കും റേഷനുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പല രാജ്യങ്ങളിലും പട്ടിണിയാണ്, പോഷകാഹാരമില്ല. വെള്ളത്തിന് വറുതിയുള്ള എത്രയോ രാജ്യങ്ങൾ ഉണ്ടെന്നറിയാമോ? വെള്ളത്തിന് യേശു പറഞ്ഞത് അക്ഷരപ്രകാരം നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കർത്താവിൻ്റെ വീണ്ടും വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് രാജാവായി മടങ്ങി വരാൻ പോകുന്ന മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക്, ഭക്ഷ്യപ്രശ്നത്തിന് 100% പരിഹാരം വരുത്തുന്ന യേശു വരാറായി. അത് തെളിയിച്ചുകൊണ്ടാണ് യേശു വെള്ളത്തെ വീഞ്ഞാക്കിയത്. യേശു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതും 7 അപ്പം കൊണ്ട് 4000 പോഷിപ്പിച്ചതും. കർത്താവായ യേശുവിന് അസാധ്യമായതൊന്നുമില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്. ആ യേശുവിൻ്റെ വരവിനായിട്ട് നമുക്കൊരുങ്ങാം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർ സ്വീകരിക്കുക, അല്ലാത്തവർ കർത്താവിൻ്റെ വരവിനായിട്ട് തങ്ങളെ തന്നെ ഒരുക്കുക. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.